പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഒരു ചെറിയ ഭൂമിയുണ്ട്, ഒരു ചെറിയ ഭൂമിയുണ്ട്. ആ ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞ് നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം. വാക്കുകളെല്ലാം തീക്കനലാകും, വാക്കുകളെല്ലാം തീക്കനലാകും, നോക്കുകളെല്ലാം പുതുമഴയാകും, നോക്കുകളെല്ലാം പുതുമഴയാകും. ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിലെ ഇടിവാളാകും, ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിലെ ഇടിവാളാകും. ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം. ഇത് കോഴിക്കോട് വിജേഷ് ഏട്ടൻ എഴുതിയ സംഗീതം നൽകിയ പാട്ടാണ്. അതും കൂടി പറയാം. അത്രേ ഉള്ളൂ. എല്ലാവരും പ്ലീസ് വുഡ് വി ലവ് ടു സീ ഓൾ ഓഫ് യു ദ ഷോ. 2 ഷോ ഉണ്ട്, May 10th and 11th 7:30 PM at JT Pack in Tripundra, and tickets are available on Book My Show. ടിക്കറ്റുകൾ വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ, പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. JT Pack ഇവിടെ തൊട്ടടുത്താണല്ലോ. വളരെ ചെറിയൊരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് അത് പറയാതെ പോയാൽ തെറ്റായി പോവും. ഈ നാടകത്തിന്റെ ഏറ്റവും കോർ ഐഡിയ ആയിരുന്ന കഥയും അതില് ഏറ്റവും കോറായിട്ട് ഇപ്പോഴും നിൽക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സും ഒക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിന്ന് വളരെ ഡീപ്ലി ഇൻസ്പയർഡാണ്. അതിൽ നിന്ന് ഒരു ക്യാരക്ടർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരാൾ, തൊട്ടടുത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ ആളിന്ന് ഇവിടെ ഈ പരിപാടിക്ക് ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ അത്യാവശ്യമായിട്ടൊരു ക്ലയന്റ് മീറ്റിംഗിലേക്ക് വിളിക്കപ്പെട്ടതുകൊണ്ട് അവന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് അവന് വേണ്ടി പ്ലാൻ ചെയ്തൊരു ട്രിബ്യൂട്ടായിരുന്നു. അവന്റെ അഭാവത്തിലും ആ ട്രിബ്യൂട്ട് കൊടുത്തിട്ടേ പോകുന്നത് ശരിയാവുള്ളൂ. അതുകൊണ്ട് അത് പറയേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ പൊതുവെ ഇതിനായിട്ടുള്ള പ്രൊമോഷനും പബ്ലിസിറ്റിയും ഇതിന്റെ തള്ളുകളും എല്ലാം ഓൺലൈനാണ് ഞങ്ങൾക്ക് ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പൊ അതാണല്ലോ നമ്മുടെ ലൈഫ്. അപ്പോൾ ഈ ഒരു ലൈവ് ഇവന്റ്, ഒരു കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഓൾറെഡി ഉള്ള ഒരു സ്പേസിൽ, ആ എനർജി ഉള്ള ഒരു സ്റ്റേജിൽ വന്നു നിന്ന് ഇത് ചെയ്യാൻ പറ്റിയത് ഭയങ്കര വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ദിസ് ഇസ് ഓൾസോ പ്രോബ്ലി ഗോയിങ് ടു ബി അവർ ലാസ്റ്റ് പ്രൊമോഷണൽ ആക്ടിവിറ്റി ബിക്കോസ് വി ആർ ഹെഡിങ് ഇൻടു ഷോസ് നെക്സ്റ്റ് വീക്ക്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് us an opportunity, for giving us the stage here at Taran. Thank you. The show is also co-written by Shruti Ramchandran and Francis Thomas. കുറച്ച് അഗൈൻ ഫ്രാൻസിസിന്റെ ശ്രുതിയുടെയും വർക്ക് അല്ലെങ്കിൽ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. They couldn't be here today, but they are also sending their love. Hopefully JT Pack ൽ വെച്ച് കണ്ടുകൊണ്ടാണ്. എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അയ്യോ ഞങ്ങളുടെ ജോലി വളരെ എളുപ്പമായി പോയെന്ന് നേരത്തെ തന്നെ ഇത് ചോദിച്ചാൽ നോക്കിയായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ, എന്തെങ്കിലും അറിയാൻ വിശേഷങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, 2 പടങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആക്ട് ചെയ്ത്. ഫ്യൂച്ചറിൽ നമ്മൾ എന്തായാലും ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കും. കൈ ഓക്കെയാണ്. പരിപാടിയുടെ സമയത്തേക്ക് ഫുള്ളി ഓക്കെ ആയിരിക്കും. അപ്പൊ ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യുന്നിടത്തും പിന്നെ പരിപാടിയുടെ അന്നും കണ്ടുമുണ്ടാവും. ഞാനൊരു തിയേറ്ററിക്കൽ ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. സിൽവിയ പ്ലാത്ത് എന്ന് പറഞ്ഞൊരു ഡ്രാമ ചെയ്തിട്ടുണ്ട്. ഇതില് മച്ചനെ നേരത്തെ കണ്ടുപിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ചാൻസ് ചോദിച്ചത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പുള്ളിയുടെ പേര് ഗിരിജേഷ് എന്നാ. ഇവിടെ മോസ്റ്റ്ലി ഗിരി എന്നാണ് അറിയപ്പെടുന്നത്. USTയിലാണ് വർക്ക് ചെയ്യുന്നത് ഗിരിജേഷ്. അപ്പൊ ഞാൻ
ഇടയ്ക്കിടെ ഞാനിവിടെ ഇൻഫോപാക്കിന് തൊട്ടടുത്തൊക്കെ താമസിച്ചിരുന്ന ആളാണ്. ഇവിടെ ഇതുപോലെ പ്രൊമോഷണൽ ഇവന്റ്സിനൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഹീസ് ഓൾവേസ് ബിൻ ദെയർ. ഇതിനായിരുന്നു ശരിക്കും ഉണ്ടാവേണ്ടത്, ബട്ട് ഹീസ് ബിസി കറന്റ്ലി. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഒരുമിച്ചുണ്ടായിരുന്നവർ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാൻ, പറയാൻ, അറിയാൻ? ഫിലിം ആക്ട് ചെയ്യാനാണോ അല്ലെ ഡ്രാമ ആക്ട് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? ഒന്ന് ചെയ്യുമ്പോൾ മറ്റേത് മിസ് ചെയ്യും. അത് ഐ തിങ്ക് ഇവിടെ നിൽക്കുന്ന ഏകദേശം എല്ലാവരുടെയും അവസ്ഥ അതാണ്. അപ്പൊ ഒരെണ്ണം മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് കുറച്ച് ഡ്രൈ ആയല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ വരും. മറ്റേത് കുറച്ച് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും പൂർണ്ണമായിട്ട് നമ്മൾ വീണ്ടും അലൈവ് ആവും. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം അതും കൂടെയാണ്. ബൈപ്പാസ് എന്നുള്ള ടൈറ്റിൽ വരാനുള്ള കാരണം അനൂപ് മോഹൻദാസ് ആണ് ബേസിക്കലി ടൈറ്റിൽ അത് സജസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ കുറച്ച് കുട്ടിത്തം ഉള്ള ഒരു ടൈറ്റിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് തീമുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരു പരിപാടി. അതായത് ഒരു ബൈപ്പാസ് റോഡിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന വീട് നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പൊ ആ ബൈപ്പാസിനെ വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ട് ബൈ ബൈ പറയാനുള്ളതാണ് കുട്ടികളുടെ ആഗ്രഹം. അപ്പൊ അവരുടെ ആഗ്രഹം തന്നെയാണ് ആ ടൈറ്റിൽ. So that's that, I guess. Anyone else? So that's it. So ഇത്രയും ബിസി സ്കെഡ്യൂളിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും we would like to give you an official thanks. So I would like to invite our state president Anish Pantalani, Progressive Techies. നമുക്കെല്ലാവർക്കും ഒരു വലിയൊരു നമുക്കെല്ലാവർക്കും വലിയൊരു സർപ്രൈസ് ആയിപ്പോയില്ലേ അതെല്ലാം. ഇത്രയും വലിയൊരു സെലിബ്രിറ്റീസ് നമ്മുടെ തരംഗിന്റെ സ്റ്റേജിലായിട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഗ്രസീവ് ടെക്കീസിന്റെ സമയത്തും നമ്മുടെ ഓരോരുത്തരുടെ സമയത്തും വളരെ അഭിമാനമുള്ളൊരു സമയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഡ്രാമാസ് കണ്ടിട്ട് തന്നെയാണ് നമ്മളെല്ലാം ചെറുപ്പത്തിൽ വളർന്നിട്ടുള്ളത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ലൈവായിട്ടൊരു ഡ്രാമ കാണുക, ആ ഡ്രാമ സെലിബ്രിറ്റീസിന്റെ ഡ്രാമ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ബൈപ്പാസ് എന്ന് പറഞ്ഞ ഡ്രാമയ്ക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും, റോഷനും എല്ലാവർക്കും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. നിൽജയ്ക്ക് പണ്ടേ നമുക്ക് ബന്ധമുള്ളതാണ്, പരിചയമുള്ളതാണ്. പ്രോഗ്രസീവ് ടെക്കീസിന്റെ പല ആക്ടിവിറ്റീസും ആർജെ ആയിരുന്നപ്പോൾ കവർ ചെയ്യാൻ ഇൻഫോ പാർക്കിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് നിൽജ. അപ്പൊ അന്നുതൊട്ട് നിൽജയായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.